24ാമത് പാർട്ടി കോൺഗ്രസിന് അവസാനമാവുകയാണ് മധുരയിൽ. അതെ, CPM-നെ ഇനി ആര് നയിക്കുമെന്നുള്ള ചോദ്യമായിരുന്നു ഉണ്ടായത്. അത് MA ബേബിയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. ഇനി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി ആയിരിക്കും. EMS-ന് ശേഷം കേരളത്തിൽ നിന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്ന മലയാളിയാണ് MA ബേബി. മുഖ്യമന്ത്രി പിണറായി വിജയൻ PB-യിൽ തുടരും. PB-യിൽ നിന്ന് ഒഴിവാക്കുന്ന 75 വയസ്സിനുള്ള മുകളിൽ ഉള്ളവർ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളാകും. പാർട്ടി സെക്രട്ടറി MA ബേബി വേദിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അഭിവാദ്യം അർപ്പിക്കുകയാണ് പ്രവർത്തകർ ഒന്നടങ്കം. റെഡ് വോളണ്ടിയേഴ്സിന്റെ സംരക്ഷണയിലാണ്, സുരക്ഷിതത്തിൽ ചുറ്റുവലയത്തിൽ നിന്നാണ് അദ്ദേഹം കാറിനകത്തേക്ക് കയറുന്നത്. ഇനി റെഡ് വോളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, പേരിലേക്ക് എത്തിക്കഴിഞ്ഞു, അങ്ങനെ തീരുമാനങ്ങളിലേക്കൊക്കെ പാർട്ടി കോൺഗ്രസ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് അവിടെ? പ്രാക്കുളത്തെ UP സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥി പ്രവർത്തനം ആരംഭിച്ചത് പോളിറ്റ് ബ്യൂറോയിലെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി മാറിയിരിക്കുന്ന കൊല്ലത്തു നിന്നുള്ള MA ബേബിയെ പ്രവർത്തകർ അവരുടെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വളരെ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു പാർട്ടിക്ക് വലിയൊരു ഊർജ്ജം നൽകുന്ന ഒരു പ്രക്രിയയാണ് MA ബേബിയുടെ സെക്രട്ടറി സ്ഥാനത്തിലൂടെ ലഭിച്ചതെന്നുള്ള ഒരു സന്ദേശം നൽകുന്നതാണ് ഈ പ്രവർത്തകരുടെയൊക്കെ തന്നെ ആവേശം. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തം സ്ഥലത്തേക്ക് പോയിട്ടുള്ളത്, റൂമിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം നേരെ പോകുന്നത് പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്കാണ്. പൊതുസമ്മേളന വേദി എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തന്നെ 6 കിലോമീറ്റർ അകലെയാണ്. അവിടേക്ക് റെഡ് വാളണ്ടിയർ മാർച്ച് നേരത്തെ നടക്കേണ്ടതായിരുന്നു. ഇപ്പോൾ റെഡ് വാളണ്ടിയർ മാർച്ച് നടക്കേണ്ട സമയം ആയിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞിട്ടും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ മാർച്ചിലേക്ക് ആൾക്കാർ പോകും. എവിടെ നിന്നാണല്ലേ? എവിടെ നിന്നല്ലേ? ആഹാ, നമ്മുടെ സ്വന്തം നാട് കൊല്ലം ബേബിസാഗറിന്റെ നാട്. എന്താ ഈ ബേബിസാഗ് സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് രണ്ടാമതാണ് ഒരു ജനറൽ സെക്രട്ടറി വരുന്നത്, എന്താ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമായ ഒരു നിമിഷമാണ്. കാരണം ബേബിസാഗ് നമ്മുടെ MLA ആയിട്ടിരുന്നൊരു വ്യക്തിയാണ്. കുണ്ട്രയുടെ MLA ആയിട്ടിരുന്ന വ്യക്തിയാണ്. മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയായി. അതിനുശേഷം ഇപ്പം ജനറൽ സെക്രട്ടറി വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനപരമായിട്ട്, കുണ്ട്രയ്ക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു നിമിഷമാണ്. സന്തോഷത്തിലാണോ? വലിയ സന്തോഷത്തിലാണ് സാറേ. ഞങ്ങളുടെ ഒരു മുൻ മന്ത്രി എന്ന രീതിയിൽ സഖാവ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തിനാകെ തന്നെ വലിയ ഒരു സന്തോഷത്തിന് കാര്യമുള്ളതാണ്. പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന് തന്നെ ഒരു വലിയ സൗഭാഗ്യമായി തന്നെ കരുതുന്നു. അതായത് നമ്മുടെ പ്രാക്കുളത്തു നിന്ന് തുടങ്ങി ഇപ്പോൾ ഡൽഹിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ജീവിതത്തിനകത്ത് നമ്മളെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും ഒരു ജനറൽ സെക്രട്ടറി സംസ്ഥാനത്തിൻ്റെ വന്നതിന് വളരെ സന്തോഷം. എന്താണ് കൊല്ലത്ത് കുണ്ട്രയിൽ അദ്ദേഹം ജനപ്രതിയായിരുന്ന കുണ്ട്രയിൽ നിന്ന് ഉള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി ആകുമ്പോഴേക്ക് വലിയ ഫ്ലെക്സുകളൊക്കെ തുടങ്ങി. കൊല്ലത്തിന്റെ ചെന്താരകം എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സുകൾ കൊല്ലത്ത് നിന്നുള്ള ആൾക്കാർ പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ കൊല്ലത്തിന്റെ ചെന്താരകം പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവിടെ വന്നടിച്ചത് ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ ചെയ്തതാണ്. എന്തായിട്ട് ഒരു പ്രതീക്ഷ? MA ബേബി എന്ന് പറയുന്ന ഒരു വലിയ നേതാവ് പാർട്ടി ജനറൽ സെക്രട്ടറി ആവുന്നു, എന്താണ് നമ്മുടെ പ്രതീക്ഷ? വലിയ പ്രതീക്ഷയാണുള്ളത്. കൊല്ലത്തു നിന്നുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന സഖാവ് MA ബേബി തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് ഈ പ്രസ്ഥാനത്തിനും ഈ നാടിനും നൽകുന്നത്. കണ്ണൻ, ഈ ഫ്ലെക്സ് ഒക്കെ എപ്പോഴടിച്ചാന്ന് ചോദിക്കാമോ? ഇപ്പോൾ ഈ പേര് ഉയർന്നു കേട്ടതിന് ശേഷമാണോ അതോ ആദ്യമേ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നോ? ജനറൽ സെക്രട്ടറി ആയത് അല്ല, അത് നേരത്തെ തയ്യാറാക്കിയതല്ല, ഇപ്പോൾ തയ്യാറാക്കിയതാണ്. ഇപ്പൊ ജസ്റ്റ് തയ്യാറാക്കി കൊണ്ടുവന്നേ ഉള്ളൂ. അഡ്രസ് ഉണ്ട്. കൊല്ലത്ത് നിന്നൊരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്ന സന്തോഷം. VMS-ന് ശേഷം കേരളത്തിൽ ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്നു. സൈദ്ധാന്തികരായിരുന്ന ബസവപ്പിൻ്റെയ്ക്കോ ജ്യോതി ബസുവിനോ ജനകീയനായ ജ്യോതി ബസുവിനോ AKGക്കോ കഴിയാതിരുന്ന നേട്ടം MA ബേബി കയ്യെത്തി പിടിച്ചിരിക്കുന്നു.
ഇതൊരു പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ എം എ ബേബി പോലൊരു സൈദ്ധാന്തികന് കഴിയും എന്ന പ്രത്യാശയാണ് കേരളത്തിലാകെയുള്ള പാർട്ടി സഖാക്കൾക്കുള്ളത്. അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. SFIയുടെയും DYFIയുടെയും അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്ന ഒരു ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. അതെ അതെ. സീതാറാം SFIയുടെ ഭാരവാഹിയായിരുന്നു. പിന്നെ പ്രകാശ് കാരാട്ട് സഭയുടെ ഭാരവാഹിയായിരുന്നു. പക്ഷേ SFIയുടെയും DYFIയുടെയും ഭാരവാഹിയായ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാവുന്നത് അതാണ് ആദ്യമായിട്ടുള്ള ഒരു ചരിത്രങ്ങളൊക്കെ പറയുന്നു. നമ്മൾ കൊല്ലത്തു നിന്നുള്ള പാർട്ടി സഖാക്കളാണ്. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എക്സ് ഏണസ്റ്റ് ഉണ്ട്. പോരുന്നത് എന്താ ഒരു സെക്രട്ടറി ആകുമ്പോഴത്തേക്ക് വർഷങ്ങളോളം പാരമ്പര്യമുണ്ട്. അതെ, വളരെ സന്തോഷം. കൂടുതലൊന്നും പറയാനില്ല, വലിയ സന്തോഷം. ഇനി സന്തോഷം കൊണ്ട് പറയാൻ പറ്റാത്ത തന്നെയാണ്, സന്തോഷം കൊണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത പോലെ ഒരു അവസ്ഥയുണ്ട്.